സാങ്കേതിക ഡിജിറ്റൽ സർവകലാശാല VC നിയമനത്തിൽ കടുത്ത നിലപാടുമായി സുപ്രീം കോടതി. സർക്കാരിനെയും ഗവർണറെയും മറികടന്ന് സ്വന്തം നിലയ്ക്ക് നിയമനം നടത്തുമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. വ്യാഴാഴ്ചയ്ക്കകം സീൽ ചെയ്ത കവറിൽ ഒറ്റപ്പേര് സമർപ്പിക്കാൻ സെർച്ച് കമ്മിറ്റി അധ്യക്ഷനായ ജസ്റ്റിസ് ധൂലിയയ്ക്ക് നിർദ്ദേശവും നൽകി. കമ്മിറ്റി നൽകുന്ന പട്ടിക സർക്കാർ അംഗീകരിക്കുമെന്ന് നിയമമന്ത്രി P. രാജീവ് പറഞ്ഞു. പലതവണ സമവായത്തിലെത്താൻ സർക്കാരിനും ഗവർണർക്കും നിർദ്ദേശം നൽകിയിട്ടും ബലം കാണാത്ത പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ കർശന നിലപാട്. KTU ഡിജിറ്റൽ സർവകലാശാലകളിലെ VC നിയമനം സുപ്രീം കോടതി നേരിട്ട് നടത്തും. വ്യാഴാഴ്ചയ്ക്കകം സീൽ ചെയ്ത കവറിൽ ഒറ്റപ്പേര് സമർപ്പിക്കണം. VC നിയമനത്തിനായി സുപ്രീം കോടതി നിയോഗിച്ച സെർച്ച് കമ്മിറ്റി അധ്യക്ഷൻ റിട്ടയേർഡ് ജസ്റ്റിസ് സുധാംശു ധൂലിയയ്ക്കാണ് പേര് സമർപ്പിക്കാനുള്ള ചുമതല. സുപ്രീം കോടതി തീരുമാനത്തോട് സർക്കാർ പൂർണ്ണമായി യോജിക്കുന്നുവെന്ന് മന്ത്രി P. രാജീവ് പ്രതികരിച്ചു. ഒരു സുപ്രീം കോടതി ജഡ്ജി വിലയിരുത്തിക്കൊണ്ട് ഇന്നയാളാണ് പ്രിഫറൻസ് എന്ന് പറഞ്ഞ് 1, 2, 3 എന്ന് സുപ്രീം കോടതി കൊടുക്കുമ്പോൾ സുപ്രീം കോടതി അത് വിലയിരുത്തിക്കൊണ്ട് ഇദ്ദേഹമാണ് അല്ലെങ്കിൽ ഇവരാണ് എലിജിബിൾ ഈ പോസ്റ്റിലേക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൂർണ്ണമായിട്ടും അതിനെ സ്വാഗതം ചെയ്യും. അത് ആരാണോ എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് പ്രശ്നമേ അല്ല. വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്തുക എന്നത് മാത്രമാണ് സർക്കാരിന്റെ താല്പര്യം. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം സുധാംശു ധൂലിയ അധ്യക്ഷനായ സെർച്ച് കമ്മിറ്റി ഇരു സർവകലാശാലകളിലേക്കും 9 പേരുടെ പട്ടികയാണ് സർക്കാരിന് സമർപ്പിച്ചത്. മുഖ്യമന്ത്രി മുൻഗണനാക്രമം നിശ്ചയിച്ച് ഡിജിറ്റൽ സർവകലാശാലയിൽ ഡോക്ടർ സജി ഗോപിനാഥിനും സാങ്കേതിക സർവകലാശാലയിൽ ഡോക്ടർ C. സതീഷ് കുമാറിനും നിയമനം നൽകണമെന്ന് ഗവർണറോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇത് അംഗീകരിക്കാതെ ഡോക്ടർ സിസ തോമസിനെയും ഡോക്ടർ പ്രിയ ചന്ദ്രനെയും നിയമിക്കണമെന്ന് സുപ്രീം കോടതിയെ ഗവർണർ അറിയിച്ചതാണ് വിഷയം ഈ സാഹചര്യത്തിലേക്ക് എത്തിച്ചത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.